സത്യത്തിൽ എന്താ നിന്റെ ജോലി? വർക്ക്ഷോപ്പ്. പിന്നെ വേറെ എന്തൊക്കെ അറിയാം? പന്തല് പണി, പെയിന്റിങ് പണി, ഡ്രൈവിങ്, പെയിന്റിങ്, പിന്നെ അത്യാവശ്യം അത് പഴയ തല്ലിപ്പല്ല. അതൊക്കെ നിനക്ക് അറിയാവുന്നുള്ള പണികൾ അല്ലേ? അറിഞ്ഞൂടാത്ത പണി എന്തിനാണ് ചെയ്യണത്? ഞാൻ എന്തോ അറിഞ്ഞൂടാത്ത പണി ഇത്? നീ ദിലീപിനെ കൊണ്ടൊന്ന് വീട് കാണിക്കാം. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. അത് പറയണ്ട, ഞാൻ അറിഞ്ഞു. തങ്കം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. നമ്മുടെ മുകുന്ദ വക്കീലില്ലേ, വക്കീലിന്റെ വീടുകൊണ്ട് കാണിച്ച്. നമ്മുടെ മുകുന്ദ വക്കീൽ എന്ന് പറഞ്ഞാൽ ഈ മുകുന്ദ വക്കീൽ ഞാനോടുള്ള ബന്ധം അറിയാമോ? പണ്ടേ അയാൾ പാർട്ടി അനുഭവിയായിരുന്നു. പിന്നെ മക്കളൊക്കെ വഴക്കുകൊണ്ട് അയാൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷെ വീട് കൊടുക്കാണ്ടെന്നാണ് വണ്ടിപ്പണിക്ക് വന്നപ്പോൾ പറഞ്ഞിട്ടല്ലേ മച്ചൻ പറഞ്ഞു. ആയിക്കോട്ടെ, അയാൾ നിന്റെ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ വന്നപ്പോഴാണ് അയാളുടെ വീട് കൊടുക്കാനുള്ള വിവരം അറിഞ്ഞത്. അത് നീ എന്നോട് പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് പോയി, ഞാൻ നിന്നെ കൊണ്ട് പോയില്ലേ? പോയി നമ്മളത് നോക്കി എല്ലാം സംസാരിച്ച് അതിനെല്ലാം വെച്ചിട്ടുണ്ട്. അല്ലാതെ കച്ചവടമൊന്നും ആവാത്തോണ്ടാണ് പെട്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞപ്പോൾ ഒരു വീട് റോഡ് വാക്കിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച്. അത് നീ ആദ്യം വണ്ടിപ്പണി കൃത്യമായിട്ട് ചെയ്യും. ഈ കച്ചവടം നിനക്ക് സംസാരിക്കാൻ അറിയാമോ? ഒരു കച്ചവടത്തിന് അത് എങ്ങനെ ആൾക്കാർ രണ്ടുപേരെ ഡീൽ ചെയ്യാൻ നിനക്ക് അറിയാമോ? അച്ചമ്പി കൊടങ്ങാവളെ തൊമ്മിച്ചിനെ കടമുറി എടുത്തു കൊടുത്താൽ ഞാൻ കച്ചവടം ചെയ്തില്ലേ? കൊടങ്ങാവളത്തെ കച്ചവടം അല്ല ഈ പറയണത്. ഇച്ചിരി സമാധാനത്തിൽ പറഞ്ഞാൽ എന്താ? എടാ റൊണാൾഡോ ഇത്രയേ ഉള്ളൂ. ആ ദിലീപ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ കൂട്ടുകാരാ. അപ്പൊ അതുകൊണ്ട് അങ്ങോരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ക്ലീറ്റോ ഈ പറയുന്നത്. വേണ്ട, ദിലീപേട്ടൻ്റെ വേണ്ട, മൂന്നസാറിന്റെ ഒരു പെർസെന്റേജ് മേടിച്ചൂടെ? അത് ശരിയാ, അങ്ങനെ വിൽക്കുന്ന ആളല്ലേ. അത് കിട്ടുമ്പോൾ മച്ചമ്പി കൂടെ എന്തിനും തരാം. ഞാൻ എന്റെ എനിക്ക് അത് വേണ്ട. ഞാൻ അങ്ങനെ നമ്മളെ സഹപാഠികളെയും സഹപ്രവർത്തകരുടെയും അവരുടെ നിന്നുള്ള കമ്മീഷൻ മേടിക്കാറില്ല. അങ്ങനെ വാങ്ങിച്ച് നക്കണ ആളല്ല ഞാൻ. അത് നല്ലതല്ല കേട്ടോ. അതെ, ഇനിയിപ്പോൾ നമ്മൾ മുകുന്ദൻ സാർ എന്തെങ്കിലും തന്നാൽ അതും കൂടി വാങ്ങിച്ച് ദിലീപിന് കൊടുക്കണം. അങ്ങനെയാണ് അത്. ചില കച്ചവടം അങ്ങനെ ചെയ്യണം. ലാഭം നോക്കരുത്, ബന്ധങ്ങൾ നോക്കി ചെയ്യണം. ചുമ്മാ കച്ചവടം വല്ല അറിയാമോ? ഞാൻ കൊണ്ട് വീട് കാണിച്ച് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു, പെണ്ണുപിള്ളെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു കോച്ചമ്പി. ആയിക്കോട്ടെ, ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടല്. ക്ലീറ്റോ, ക്ലീറ്റോ, എന്തോ ക്ലീറ്റോ അവിടെ. ദിലീപേട്ടാ, ക്ലീറ്റോ, ക്ലീറ്റോ വിളി. ദിലീപേട്ടൻ എന്താ പിന്നെ? ക്ലീറ്റോ കൊണ്ട് ഞാൻ പറയാം. അയ്യാ, നല്ല പുള്ളിയാണ്. നീ പെണ്ണുമ്പിള്ളെ കൊണ്ട് വീട് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എന്തായി? എടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്റെ കൂട്ടുകാരനാണ്. നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ്. നിനക്ക് അല്പമെങ്കിലും സ്നേഹം എന്റെ അടുത്ത് എന്റെ കുടുംബത്തിരുന്നുണ്ടെങ്കിൽ നീ ചതി കാണിക്കോ? എന്താ എന്താ നീ ആ മുകുന്ദ വക്കീലിന്റെ വീട് എത്ര രൂപ എന്ന് പറഞ്ഞ? സത്യമായിട്ട് ചതിച്ചിരിക്കുകയാണ്, അറിയാമോ? എങ്ങനെ ചതിച്ചെന്ന്? മുകുന്ദ വക്കീലിന്റെ വീട് എത്ര രൂപ നീ പറഞ്ഞത്? ഞാനല്ലല്ലോ, മുകുന്ദ വക്കീൽ 45 രൂപ വേണമെന്ന് പറഞ്ഞു. നമ്മൾ 45 രൂപയ്ക്ക് 45 രൂപ അല്ലേ? 45. നിനക്ക് പൈസ വേണം, ഞാൻ തരും. മനസ്സിലായില്ലേ? നീ കമ്മീഷൻ അടിക്ക് എന്റെ അടുത്ത് നോക്കരുത്. നമ്മളൊരു കുടുംബക്കാരെ പോലെ കഴിച്ചിട്ട് കമ്മീഷൻ അടിക്ക് എന്റെ അടുത്ത് നോക്കരുത്. കമ്മീഷൻ വേണ്ടെന്നാ ക്ലീറ്റോ പറഞ്ഞത്. കമ്മീഷനല്ലേ ഇവനെ പറ്റിക്കരുതെന്ന്. 45 രൂപ എത്ര രൂപ പൈസ വേണമെങ്കിൽ നീ അക്കൗണ്ടിൽ ഞാൻ എടുത്തു തരും. മനസ്സിലായോ? 45 രൂപയാണ് മുകുന്ദ വക്കീൽ പറഞ്ഞത്. എന്റെ ഒരു സഹോദരനെ പോലെയാണ് നിന്നെയും കനകനെയും ഞാൻ കരുതിയത്. പക്ഷെ അതല്ല, കനകൻ പോട്ടെ. പക്ഷെ നീ ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മുകുന്ദ വക്കീലിന്റെ വീട് 45 ലക്ഷം രൂപ ഇവൻ പറഞ്ഞു. ഇന്ന് രാവിലെ നിങ്ങൾ അനിയൻ റൊണാൾഡോ വിളിച്ചിരുന്നു. ഈ വീടിന്റെ വില 45 ലക്ഷം രൂപയല്ല, 42 ലക്ഷം രൂപയാണെന്ന്. ഞാനിത് കേട്ട് മുകുന്ദ വക്കീലെ വിളിച്ച മുകുന്ദ വക്കീൽ പറയാണ് ക്ലീറ്റോ ഈ പൈസ കയറ്റി വെച്ചു. 3 ലക്ഷം രൂപ ക്ലീറ്റോ കയറ്റി വെച്ചു. ഇത് എന്നോട് ചതി ചെയ്യാൻ പറഞ്ഞാണ്. ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടുകാരന്മാരൊക്കെ അല്ലേ തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ ഇനി നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബന്ധം വേണ്ട. ഇനി ക്ലീറ്റോ നീ ആയിട്ട് യാതൊരു ബന്ധവും. ഇത് ഇവിടെ തീരണം. നോക്കിക്കോ. നാണമില്ലല്ല. ഇത്ര നാളും പല വൃത്തികേടുകളും കാണിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പപ്പനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ സത്യമായിട്ട് എന്റെ കർത്താവിനാണ് ഇത് ഞാൻ പപ്പനെ വിളിച്ച് പറയും. കുറ്റപ്പെടുത്തിക്കും. എല്ലാരും കൂടെ ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തിക്കും. ഞാനെന്തിനാണ് ഇതൊക്കെ ചെയ്തത് ആർക്കെങ്കിലും അറിയാമോ? ആരെങ്കിലും അന്വേഷിച്ചാൽ അതെന്തിനാണെന്ന്? 3 ലക്ഷം രൂപ കയറ്റി വെച്ചത് എനിക്കൊറ്റയ്ക്ക് വിഴുങ്ങാനല്ല. അതിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ റൊണാൾഡിന് കൊടുത്തിട്ട് 1 ലക്ഷം രൂപ എനിക്ക് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് ചെയ്തത്. പൊന്നെ